ഇവിടെ നമ്മുടെ നായകൻ ഒരു ഇന്റർനാഷണൽ ക്രിമിനലിന്റെ മുഖത്തുള്ള പാടുകളെല്ലാം തന്റെ മുഖത്തുണ്ടാക്കിയ ശേഷം പോലീസുകാരുടെ അടുത്ത് നിന്ന് വഴക്കുണ്ടാക്കാനായി നോക്കുന്നു. പോലീസുകാർ നായകന്റെ പാസ്പോർട്ട് വാങ്ങി നോക്കിയതും നായകൻ നേരത്തെ തന്നെ ആ ക്രിമിനലിന്റെ പേരിൽ ഒരു ഫേക്ക് പാസ്പോർട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചതുകൊണ്ട് പോലീസുകാർ ആൾ മാറി നായകനെ നേരെ മലേഷ്യയിലുള്ള ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു ജയിലിൽ കൊണ്ടുപോയി ഇടുന്നു. സത്യത്തിൽ നായകൻ ഒരു കോൺട്രാക്ട് കില്ലർ ആയതുകൊണ്ട് ആ ജയിലിലെ ഒരു തലവനെ കൊല്ലാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയെല്ലാം ചെയ്ത് ആ ജയിലിലേക്ക് വരുന്നത്. അവന് ഈ കൊലപാതകം നടത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ചുയിങ്ങത്തിന്റെയും സിഗരറ്റിന്റെയും എല്ലാം അകത്ത് സെറ്റ് ചെയ്ത് വെച്ച ശേഷം പോലീസുകാരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് അതെല്ലാം ജയിലിന്റെ അകത്തേക്ക് കടത്തുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജയിലിനകത്ത് വെച്ച് ഒരു തടിയന് ഒരാൾ ഒരു കത്തിയെല്ലാം പാസ് ചെയ്ത് കൊടുക്കുന്നത് കണ്ട് നായകൻ ഫുഡ് കഴിക്കാനായി ലൈൻ നിൽക്കുന്ന സമയം തന്ത്രപൂർവ്വം ആ തടിയന്റെ കയ്യിൽ നിന്നും കത്തിയെല്ലാം അടിച്ചെടുക്കുന്നു. അന്ന് വൈകുന്നേരം നായകൻ കൊല്ലാൻ വന്നിട്ടുള്ള ഡോണിനെ മറ്റൊരു വ്യക്തി കൊല്ലാൻ നോക്കുന്നത് കണ്ട് തന്റെ കയ്യിലുള്ള കത്തി എറിഞ്ഞ് ആ വ്യക്തിയെ കൊന്ന ശേഷം ഡോണിനെ രക്ഷപ്പെടുത്തിയെടുക്കുന്നു. നായകന്റെ ഈ പ്രവൃത്തിയിൽ വളരെയധികം ഇംപ്രസ് ആയ ഡോൺ അവന്റെ അടുത്ത് ഇനി മുതൽ നീയാണ് എൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് അവന് പുതിയ ജോലിയെല്ലാം കൊടുക്കുന്നു. കാത്തിരിപ്പിനൊടുവിൽ നായകന് നല്ലൊരു അവസരം കിട്ടിയതും അവൻ ഡോണിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്ന ശേഷം തന്റെ കൈവശമുണ്ടായിരുന്ന വിഷപ്പൊടിയെല്ലാം ഡോണിന്റെ ഭക്ഷണത്തിൽ കലക്കി നിർബന്ധപൂർവ്വം അയാളുടെ വായിലേക്ക് ഒഴിക്കുന്നു. കൊലപാതകമെല്ലാം കഴിഞ്ഞതും അവൻ റൂമിന്റെ പുറത്തുണ്ടായിരുന്ന ഡോണിന്റെ ആൾക്കാരുടെ അടുത്ത് ഡോൺ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്നും രക്ഷപ്പെടാനായി ജയിലിന്റെ ചുമരിന്റെ സൈഡിലേക്ക് വരുന്നു. നായകൻ ജയിലിന്റെ ചുമരിൽ ഒരു ഓട്ടയെല്ലാം ഉണ്ടാക്കിയ ശേഷം ആ സിഗരറ്റും ചുയിങ്കവും എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്ത് ആ ബോംബിന് തീയെല്ലാം കൊടുക്കുന്നു. ഈ കാര്യമെല്ലാം CCTVയിലൂടെ കണ്ട പോലീസ് ഓഫീസേഴ്സ് വേഗം തന്നെ അവിടേക്ക് വരുന്നുണ്ടെങ്കിലും നായകൻ അതിനു മുന്നേ ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങി കുന്നിന്റെ മുകളിൽ നിന്നും കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു പോകുന്നു.